സർ നമസ്കാരം. നമസ്കാരം. സർ, US-പാക് എണ്ണ വ്യാപാര കരാർ അതുമായി ബന്ധപ്പെട്ട് വലിയ വീമ്പിളക്കലൊക്കെ ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ വീമ്പിളക്കൽ നടത്തിയതിന് പിന്നാലെ തന്നെ ബലൂച്ച് നേതാവായിട്ടുള്ള മിർ യാർ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, അതായത് എണ്ണ വ്യാപാരമൊന്നും നടക്കില്ല, നിങ്ങൾ കണ്ണു വെച്ചിരിക്കുന്നത് മറ്റു ചിലത് കൂടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പാകിസ്ഥാനുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുക എന്നുള്ളതിന് അർത്ഥമാക്കുന്നത് പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുമായിട്ട് ചേർന്ന്, അതായത് ഭീകര സംഘടനയായിട്ടുള്ള ISIയുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് കൂടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകളില്ലേ സർ? ഏറ്റുമുട്ടൽ നിരന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ അവരുടെ രാജ്യം ഈ പറയുന്നതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത് പാകിസ്ഥാനല്ല ബലൂചിസ്ഥാനാണ്. അതിനകത്ത് വലിയ അർത്ഥമുണ്ട്. കാരണം അത് പാകിസ്ഥാനല്ല ബലൂചിസ്ഥാനാണ്. അവർ ആ രാജ്യം സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ല? ഇനിയിപ്പോ അംഗീകാരത്തിന്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. അതിനാ നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ആദ്യമേ അംഗീകാരം നമ്മൾ കൊടുത്താലേ, ഇപ്പൊ അഫ്ഗാനിസ്ഥാന് കൊടുത്തോലെ, പിന്നെ റഷ്യ കൊടുക്കും, ചൈന കൊടുക്കും, മറ്റു പലരും കൊടുക്കും. നമ്മള് അഫ്ഗാനിസ്ഥാന് പരസ്യമായിട്ട് അംഗീകാരം കൊടുത്തില്ല, രഹസ്യമായിട്ട് പോയി അല്ലെങ്കിൽ രഹസ്യമായിട്ട് നമ്മളുമായിട്ട് ബാക്ക്ഡോർ ടോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സിന്ധുവിന് ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ പോയി സംസാരിച്ചതിന് ശേഷമാണ് റഷ്യ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കും, മറ്റ് ചൈന ഇനി അംഗീകരിച്ചോളൂ, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഇപ്പൊ പഴയതുപോലെ കുഴപ്പങ്ങൾ വരും. അത് പോട്ടെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഇവര് പറഞ്ഞിരിക്കുന്നു അവിടോട്ട് വരണ്ട. അവിടെ ഇതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന 40-ന് ശേഷം സ്വതന്ത്രമായിട്ട് നിന്ന ആ ഒരു രാജ്യത്തെ ബലൂചിസ്ഥാൻ പ്രവിശ്യ അവർ പിടിച്ചുവെച്ചതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ പാകിസ്ഥാനുമായിട്ട് മാനസിക ഐക്യത്തിലല്ലാതെ അന്ന് പിടിച്ചു വെച്ച അന്ന് തൊട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ ഉള്ള ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അവിടെ ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളം അവരോട് കാണിച്ച ക്രൂരത ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ അല്ല, ബംഗ്ലാദേശിനോട് പണ്ട് കാണിച്ചെന്ന് പറയുന്ന പോലെ അതിനപ്പുറം ക്രൂരതയാണ്. നമ്മൾ പലതും പുറകോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മനുഷ്യക്കടത്താണ് ചൈനയുമായിട്ട് നടന്നത്. ഏറ്റവും കൂടുതൽ ഈ മനുഷ്യന്റെ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇപ്പൊ നമ്മൾക്ക് ചെന്നാൽ മാറ്റിവെക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യം ചൈനയാണ്. നിങ്ങൾക്കറിയാം അതിനെപ്പറ്റി. ആ ചൈനയില് ഈ പറയുന്ന പോലെ അവയവ കച്ചവടത്തിന് വേണ്ടി ഇവരുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, പുരുഷന്മാര് കാണത്തില്ല, സ്ത്രീകൾ കാണത്തില്ല. ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി മനുഷ്യക്കടത്ത്, അവിടുത്തെ മനുഷ്യരെ പിടിച്ചിട്ട് ഈ പറയുന്നത് പോലെ മനുഷ്യക്കടത്ത്, അവയവക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത്രയ്ക്ക് നീചമായ പ്രവൃത്തി ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ പറയുമ്പോൾ ആ പ്രവിശ്യയിലെ ജനങ്ങളോട് പാകിസ്ഥാൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അത്രയും കാലമായിട്ട് ഇപ്പോഴും അവസരം കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പറഞ്ഞ ചാവേർ ആക്രമണത്തിന് തയ്യാറായി നിന്നത്. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ പിന്തുടർച്ചക്കാർക്കെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം, അല്ലെങ്കിൽ അടിമത്തത്തിൽ ഇല്ലാതെ ജീവിക്കണം. ഇത്തരത്തിൽ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഭർത്താക്കന്മാർക്കും ഭീഷണിയുള്ള, അല്ലെങ്കിൽ ഏത് സമയവും അവരുടെ ജീവന് ഭീഷണിയുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ വിലയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റം വരണം. അവിടെ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്ത്, അപ്പൊ ഇതേ രീതിയിൽ സ്വാതന്ത്ര്യ സമരം പോലെ ഇവരെ ഊറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ റെയർ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. റെയർ മെറ്റൽസ് അറിയാമല്ലോ, ഈ ബോംബ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കുറവുള്ളതും, അല്ലെങ്കിൽ ഏറ്റവും ലോകത്ത് ഇപ്പൊ ആവശ്യമുള്ള വിമാനത്തിന്റെ പാർട്സ് ഉണ്ടാക്കാൻ വേണം, ഈ പറഞ്ഞ അണുബോംബ് ഉണ്ടാക്കാൻ വേണം, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണം, ഹെലികോപ്റ്റർ മറ്റു പല ഏറ്റവും മൂല്യമായിട്ടുള്ള ഏറ്റവും ഈ പറയുന്നത് പോലെ റെയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള റെയർ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉള്ള സ്ഥലമാണ് അവിടെ. അത് കണ്ണുവെച്ചോണ്ടാ ചൈന അറിയാം, ലോകത്ത് ഇവിടെ കൊണ്ടും കാശ് കൊടുത്തിട്ട് വട്ടപ്പലിശക്കാരന്റെ ഒരു മാനസികാവസ്ഥയുള്ളതാണ്. അവിടെ നിന്നിട്ട് ആ രാജ്യത്ത് ഇറങ്ങി വരും, ഇയാൾ അവിടെ വന്നു, അവിടെ വിമാനത്താവളം ഉണ്ടാക്കി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റെയർ മെറ്റീരിയൽസ് ഖനനം ചെയ്യാൻ കണ്ടമാനം ഖനികൾ ഉണ്ടാക്കി, അതെല്ലാം കൂടെ ഖനനം ചെയ്ത് ഡയറക്റ്റ് വിമാനത്തിലും അവിടെ ഒരു പോർട്ടും ഒക്കെ ഉണ്ടാക്കി അതെല്ലാം കയറ്റി അങ്ങ് വിടാന്ന് വെച്ചിട്ട് അവസാനം പോർട്ട് ഉണ്ടാക്കി വരുമ്പോൾ ഞങ്ങള് ഇവന്മാര് മീൻ പിടിച്ചാ കഴിയുന്നത്. ബലൂചിസ്ഥാനിൽ പ്രധാനമായിട്ട് അവരുടെ ഒരു ഉപജീവന മാർഗം. ഞങ്ങളുടെ ഈ പറയുന്ന മീൻപിടുത്തത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ അനുവദിക്കത്തില്ല. പോർട്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ബലം വെച്ച് പോർട്ട് ഉണ്ടാക്കി വിമാനത്താവളം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഉണ്ടാക്കി. ഇപ്പൊ വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യാൻ ജോലിക്കാരെ അവിടെ ഇല്ല, എല്ലാം തിരിച്ചു വിളിച്ചു. ഈ പോർട്ട് ഒരു പരുവത്തിലായി കിടക്കുക. ഖനനം ചെയ്യാൻ വളരെ പ്രയാസപ്പെട്ട് പാകിസ്ഥാൻ പട്ടാളം അതിന് സഹായം ചെയ്തു കൊടുക്കുന്നില്ല. അവിടെ അവരും ഈ ചൈനക്കാരെ കണ്ടമാനം. ഇപ്പോഴത്തെ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു. ഇതിനകത്ത് 10, 30, 40 ഏറ്റവും റെയർ ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. ഒരു ശാസ്ത്രജ്ഞന്റെ ഒക്കെ വാല്യൂ നമുക്കറിയാമല്ലോ.
ഒരു യാത്രയ്ക്കൻ അല്ലെങ്കിൽ ഒരു വലിയ പട്ടാളക്കാരുടെയൊക്കെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ. പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതേ രീതിയിലേക്ക് ചൈന അവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ണുവെച്ചുകൊണ്ട് കൊച്ചാട്ടം കൂടെ ചാടാനുള്ള പരിപാടി എന്നുള്ളത് കൊണ്ടാണ് ശ്രീ മുനീറുമായിട്ടുള്ള ബന്ധം. അപ്പൊ രാജ്യത്തിനപ്പുള്ള ഒരു ബന്ധമുണ്ട്. ഇപ്പൊ അവിടെ ഒരു കച്ചവടം, ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കച്ചവടം ഉണ്ട്. ആ കച്ചവടം ഈയിടെ മോനും മരുമോളും ഉണ്ട്. അപ്പൊ അത് ഇപ്പം കറൻസി കച്ചവടത്തിന് അവിടെ വിളിച്ചിരുത്തി ചായയും ചാപ്പാടും ഒക്കെ കൊടുത്ത് എന്നിട്ട് ഇവിടെ വന്നു. അപ്പം ഇതിനകത്തോട്ട് ഇവിടോട്ട് കയറി അങ്ങ് എടുത്തോണ്ടായിട്ട് ഇവിടെ ഇപ്പൊ റെയർ മെറ്റീരിയൽസ് എടുത്തോണ്ടായിട്ട് ബെയ്യൂലിസ്ഥാനി കിടപ്പുണ്ടെന്ന് പറഞ്ഞു അവിടോട്ട് വന്ന് ചാടാൻ വേണ്ടിയാണ് നോക്കിയത്. അവിടോട്ട് വന്ന് ചാടാൻ വേണ്ടി നോക്കിയപ്പോൾ ബലൂചിസ്ഥാൻകാർ പറഞ്ഞു ചേട്ടാ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഈ പണി അങ്ങോട്ടും നടത്തും. അപ്പൊ അമേരിക്ക വന്നാലും ആര് വന്നാലും അറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനിൽ 40 കൊല്ലം കിടന്ന് പണിഞ്ഞിട്ട് അവസാനം ഉള്ളത് ഇട്ടിട്ട് യുദ്ധക്കോപ്പ് ഇട്ടിട്ട് തിരിച്ചു കയറി പോകേണ്ടി വന്നു. അതേ രീതിയിലുള്ള പോരാളികൾ തന്നെ ഇവിടെയും. അപ്പം ഈ കച്ചവടം ഇവിടെ നടക്കത്തില്ല. ഇന്നലെ നമ്മുടെ അടുത്ത് ട്രംപ് പറഞ്ഞതുപോലെ എണ്ണ നമ്മളെ കൊണ്ട് മേടിപ്പിക്കുന്നല്ല, എണ്ണ ഈ ബലൂചിസ്ഥാനിലോട്ട് ഇറങ്ങിയ എണ്ണ അവന്മാര് ട്രംപിനെ കൊണ്ട് കുടിപ്പിക്കും. മനസ്സിലായില്ലേ? അത് കുടിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ കൊണ്ട് എണ്ണ മേടിപ്പിക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു. അതായത് അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം അയാളുടെ രാജ്യത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. പ്രായത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അയാള് വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അയാളുടെ ഈ കച്ചവടം ഇന്ത്യയിൽ തുടങ്ങിയ സ്ഥിതി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അയാള് കച്ചവടം ഇന്ത്യക്കപ്പുറം ലോകത്ത് മൊത്തം കൂട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇയാളുടെ വാക്കിനും പഴയ ചാക്കിനും നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴയ ചാക്കും ഒരേ രീതിയിലേക്ക്, അത്രയ്ക്ക് വിലയില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഇന്ത്യയോട് കളിച്ചു. താരിഫിനകത്ത് ഇപ്പം വരുന്ന വാർത്ത അനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇയാളിയുടെ പണി നോക്കിയാൽ മതി, ഇന്ത്യൻ എക്കണോമിക്കൽ ഗ്രോത്തിന് ഏത് രാജ്യമായിട്ട് ബന്ധം വേണം, എന്ത് മേടിക്കണം എന്ത് മേടിക്കണ്ട തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. ആ തിട്ടൂരൊന്നും വേണ്ട, ഞങ്ങൾ അംഗീകരിച്ച് ചേർത്തുമില്ലെന്ന് പറഞ്ഞിരുന്നു. അതോടുകൂടി ലോകത്ത് ഇയാൾ ഉണ്ടാക്കുന്ന താരിഫും ഇയാളുടെ തിട്ടൂരും ഒക്കെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അത് അംഗീകരിച്ച് പോകണ്ടെന്ന് തീരുമാനിക്കുന്നതിനുള്ള ധൈര്യം ബാക്കിയുള്ള രാജ്യങ്ങളിൽ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇന്ത്യയോട് കളിച്ചതിൽ നിന്ന് വരുന്നത്. അതായത് ഇതുവരെ ലോകത്ത് അമേരിക്ക പറയുന്നതൊക്കെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതാണ് ശരി, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളൊക്കെ നാളെ അമേരിക്കയെ ലോകക്രമത്തിലെ നേതാവായിട്ട് കാണാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഈ അമേരിക്കയുടെ തള്ളൽ കൊണ്ട് ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ ഇതുവരെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒക്കെയുള്ള രാജ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്ക പറയുന്നത് അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മുടെ താല്പര്യം കൊണ്ട് സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രം അമേരിക്കയ്ക്ക് അംഗീകരിച്ചു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് പോകും. ഏതായാലും പെട്രോളിയം വിൽപ്പനയുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ, പാകിസ്ഥാനിൽ പെട്രോളിയം വിൽപ്പന ചെന്നാൽ ബലൂചിസ്ഥാനിൽ ചെന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളത്തെക്കാട്ടി ബലവത്താണ്. പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ കയറാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ അവിടെ വേണ്ട കയറാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അവിടുന്ന് പാകിസ്ഥാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ. ആ സമയത്ത് അമേരിക്കയെ ഇറക്കി ആ ബലൂചിസ്ഥാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് മുനീർ ട്രംപും ഈ എണ്ണ കച്ചവടമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. അത് ബലൂചിസ്ഥാന് മനസ്സിലായിട്ട് ബലൂചിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ഒരു രാജ്യം സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. ഇത് ബലൂചിസ്ഥാനാണ്, പാകിസ്ഥാൻ അല്ല, കച്ചവടം ഇവിടെ നടക്കത്തില്ല, കച്ചവടം പൂട്ടിപ്പോകും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ട്രംപിനെ തട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ വ്യാഖ്യാനിക്കാം. ഏതായാലും അവിടെ ഈസി ആയിട്ട് ആ കച്ചവടം നടന്നു പോകുന്ന ഒരു അവസ്ഥയില്ല. കച്ചവടം നടത്താൻ ബലൂചിസ്ഥാന്റെ കൂടെ കച്ചവടം പൂട്ടിയ ഈ ചൈനയും ഉണ്ടാകും എന്ന് വേണം ധരിക്കും. ട്രംപിന്റെ കിളിപോയ വർത്തമാനങ്ങളിൽ ഒന്നായിട്ട് മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപ് അവിടെ ലക്ഷ്യം വെച്ചിറങ്ങിയത് അമേരിക്ക ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിൽ ഒരു ലാഭക്കണ്ണില്ലാതെ ഇറങ്ങില്ല, വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതല്ല. അസിം മുനീറുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി നടത്തിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനം പുറത്തു വന്നത് പോലും. നേരത്തെ നടത്തിയ ചർച്ചയുടെ ഭാഗമാണ് ഇത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ബലൂചിസ്ഥാൻ കൃത്യമായി സാറ് പറഞ്ഞതുപോലത്തെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ തന്നെയുള്ള നിലപാടുമായി രംഗത്ത് വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും വരും കാലത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി സർ.